الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ളൊരു രാത്രി നമ്മൾ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ വലിയൊരു നിഅമത്തായി എടുത്തു പറഞ്ഞു. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. പക്ഷെ ആ രണ്ട് നിഅമത്തുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല, അത് നഷ്ടപ്പെടുത്തി കളയാണ്. ഏതൊക്കെയാണത്? അസ്സിഹ്ഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം എന്നുള്ളത് വലിയ നിഅമത്താണ്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു നഷ്ടം വരുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വൽ ഫറാഹ്, ഒഴിവ് സമയം. ജീവിതത്തിൽ ബാധ്യതകൾ വരുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ കുറച്ച് സമയമൊന്ന് ഫ്രീ ആയി കിട്ടി അതിൽ നിന്ന് സമാധാനത്തോടെ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു സമയത്തിന് വേണ്ടി കൊതിക്കുന്ന ചില സമയങ്ങളുണ്ടോ, ചില അവസ്ഥകളുണ്ടോ. രണ്ടും വലിയ നിഅമത്താണ്. പക്ഷെ അധിക ജനങ്ങളും അത് തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മുടെ യൗവനം, യുവത്വം, ആരോഗ്യമൊക്കെ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താണ്. നാളെ ആഖിറത്തിൽ പ്രത്യേകമായിട്ട് അതിനെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ അത് ചോദിക്കാതെ ഒരാൾക്കും നാളെ ആഖിറത്തിൽ അവൻ്റെ കാലം നനയ്ക്കുവെക്കാൻ മാറ്റിവെക്കാൻ കഴിയില്ല. അതിൽ അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും. എത്ര വർഷം ഭൂമിയിൽ ജീവിച്ചു, എന്ത് ചെയ്തു, ഫീമ അബ്ല, എങ്ങനെയാണ് ആയുസ് തീർത്തത്, സമയം തീർത്തത്, മൊത്തം ജീവിതത്തെ സംബന്ധിച്ചൊരു ചോദ്യം. പിന്നെ പ്രത്യേകമായിട്ട് രണ്ടാമത്തെ ചോദ്യം, വഅൻ ശബാബിഹി ഫീമ അഫ്ന, നിന്റെ യുവത്വം നീ എന്ത് ചെയ്തു. അത് ആയുസ്സിൽ പെട്ടല്ലോ, പക്ഷെ എന്നാലും പ്രത്യേകമായിട്ടൊരു ചോദ്യം വരും, നിന്റെ യുവത്വം നീ എന്ത് ചെയ്തു. മനസ്സാഗ്രഹിക്കുന്നതൊക്കെ ശരീരത്തിന് ചെയ്യാൻ കഴിയുന്നൊരു സമയം, എന്തും മനസ്സാഗ്രഹിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലും മാനസികാവസ്ഥയിലുമുള്ള സമയം, അതിനെ സംബന്ധിച്ച് അല്ലാഹു പ്രത്യേകം ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ ആരോഗ്യ കാലഘട്ടം, യൗവന കാലഘട്ടം. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹു തണല് നൽകി ആദരിക്കും. അതിലൊരു വിഭാഗം പറഞ്ഞത് വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, യുവത്വ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞ യുവാവാണ്. ആ ഒരു കാലഘട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ആ സമയം അടിച്ചു പൊളിച്ച് ജീവിച്ച് എല്ലാം കഴിഞ്ഞ് ബാധ്യതകളൊക്കെ കഴിഞ്ഞ് വയസ്സായി മൂലക്കായപ്പോൾ പള്ളിയിൽ വന്നിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഈ ആരോഗ്യ കാലഘട്ടം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. മഹാനായ സഹാബാക്കൾ അവർ ആരോഗ്യ കാലഘട്ടം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആൾക്കാരാണ്. മഹാനായ സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തന്റെ 30ാമത്തെ വയസ്സിലാണ് സഹാബി മുസ്ലിമാകുന്നത്. അൻസാരിയായ സഹാബിയാണ്, മദീനയിലെ നേതാവാണ്. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സഹാബിയാണ്. ഖന്ദഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അമ്പ് തറച്ചു. 1 മാസം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ അദ്ദേഹം കിടന്നു.
ആ പരിക്ക് കാരണം. ഒരു മാസത്തിന് ശേഷം മരണപ്പെട്ടു, ഷഹീദായി. ആ ഷഹീദായ അന്ന് രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങളൊരു സഹാബി മരണപ്പെട്ടു. ആ മരണപ്പെട്ട സഹാബിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുണ്ട് സഅദ് ഇബ്നു മുആദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ. അദ്ദേഹം വഫാത്താകുന്നത് 36-ാമത്തെ വയസ്സിൽ, മുസ്ലിമായതോ 30-ാമത്തെ വയസ്സിൽ. ചുരുങ്ങിയത് 5 വർഷം കൊണ്ടാണ് ഈ സ്ഥാനത്തേക്ക് ആ സഹാബി എത്തിയത്. മുസ്ലിമായിട്ട് ഈ ഭൂമി ലോകത്ത് 5 വർഷം ജീവിച്ചത്. സഅദ് ബിൻ മുആദിന്റെ മരണം കാരണം അള്ളാഹുവിന്റെ അർശ് നനങ്ങിയിട്ടുണ്ട്, ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആ നഫ്സിനെ സ്വീകരിക്കാനുള്ള സന്തോഷം കൊണ്ടാണ് ആ അർശ് നനങ്ങിയത്. അദ്ദേഹത്തിന്റെ ജനാസയിൽ 70,000 മലക്കുകൾ പങ്കെടുത്തു. 5 വർഷം കൊണ്ട് നേടിയെടുത്തതാണ്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നല്ല പട്ടിന്റെ വസ്ത്രം കൊണ്ടുവന്നു. റസൂൽ അത് എടുത്തിട്ട് ഉയർത്തിപ്പിടിച്ചു സഹാബാക്കൾക്ക് മുമ്പിൽ. സഅദ് ബിൻ മുആദിന് മരണശേഷം പറഞ്ഞു, ലമനാദീലു സഅദിൻ അഹ്സനു മിൻ ഹാദാ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ സഅദിന് കിട്ടുന്ന വസ്ത്രം ഇതിനേക്കാൾ നല്ലതാണ്. ആ ചുരുങ്ങിയ വർഷം കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, സഅദ് ബിൻ മുആദ് വഫാത്തായപ്പോൾ അദ്ദേഹത്തിനോട് ഖബർ കുഴിക്കുന്ന ആളിൽ ഞാനും ഖബർ കുഴിക്കാൻ കൂടിയിരുന്നു. ഞങ്ങളിങ്ങനെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മണ്ണ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല സുഗന്ധം നമ്മൾ അനുഭവിച്ചു. മയ്യത്ത് പോയിട്ടില്ല, മയ്യത്ത് എത്തണത്ര, അപ്പോഴേക്കും ഖബറിൽ സുഗന്ധം നമ്മൾ അനുഭവിച്ചു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യ കാലഘട്ടം, യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കുക. ഏതുപോലെ സഹാബാക്കൾ ഉപയോഗിച്ചതുപോലെ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി മക്കയിൽ എല്ലാവിധ സുഖലോലുപതയിലും ആഡംബരത്തിലും ജീവിച്ച സഹാബിയാണ്. മുസ്ലിമായപ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഉമ്മ പറഞ്ഞു, മുസ്അബ് തിരിച്ചു വരുന്നത് വരെ ഞാൻ കുളിക്കൂല, ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. മുസ്അബ് ബിൻ ഉമൈർ ഉമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് 100 ശരീരം ഉണ്ടാവുകയും ആ 100 ശരീരത്തിൽ ഓരോന്നും എൻ്റെ മുമ്പിൽ നിന്ന് പിടഞ്ഞു മരിക്കുകയാണെങ്കിലും ശരി, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരില്ല. ഉമ്മാക്ക് സമ്മതിക്കേണ്ടി വന്നില്ല. ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പറഞ്ഞയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന്റെ മുമ്പ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ദായിയായിട്ട് വന്നിട്ടുണ്ട്, മദീനയിലെ ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടി. ആ പ്രവർത്തനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്കുള്ള വരവ് എളുപ്പമാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനക്കത്തെത്തി. ആദ്യം അന്വേഷിച്ചത് എൻ്റെ സഹോദരൻ മുസ്അബ് എവിടെയെന്നാണ്. വന്നു. റസൂലും കൂടെയുണ്ട്, സഹാബാക്കളൊക്കെ ചുറ്റുണ്ട്. ആ സമയത്താണ് മുസ്അബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത്. മുസ്അബിന്റെ കോലം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ യുവാവിനെ ഞാൻ മക്കയിൽ കണ്ടിട്ടുണ്ട്. വമാ ശാബുൻ അഫ്റഹു മിൻഹു. അന്ന് മക്കയിൽ അവനേക്കാൾ സുഖത്തിലും ആഡംബരത്തിലും ജീവിച്ച വേറൊരാൾ ഉണ്ടായിട്ടില്ല. അന്ന് മക്കയിൽ മുസ്അബ് ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഉപയോഗിച്ച ആരുണ്ടായിരുന്നില്ല. മുസ്അബ് ഉപയോഗിച്ച സുഗന്ധം ഉപയോഗിച്ച വേറെ ആരുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഈ കാണുന്ന കോലത്തിൽ മുസ്അബ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞു ആ രൂപം കണ്ടിട്ട്. ഒന്നുമില്ലാത്തൊരവസ്ഥ. ദീനിന് വേണ്ടിയിട്ട് എല്ലാം വിട്ടു. ദുനിയാവ് ഒന്നടങ്കം അല്ലാതെ ദീനിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയ സഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി.
70ഓളം സഹാബാക്കൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. റസൂൽ ഇങ്ങനെ നടന്നു, ഹംസന്റെ മയ്യത്ത് കണ്ടു, വല്ലാതെ വേദനിച്ചു. പിന്നെയാണ് മുസ്അബ് ഇബ്നു ഉമറിന്റെ ശരീരം കാണുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80ഓളം വെട്ടും കുത്തുകളുണ്ടായിരുന്നു. മുസ്അബ് ഇബ്നു ഉമറിന്റെ ശരീരത്തിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഈ കൈയിന്റെ ഭാഗം, വിരലിന്റെ ഭാഗം കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന്റെ അടുക്ക ഓർത്ത് നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ആയത്തോടി മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി. അള്ളാഹിന്റെ അടിമകളിൽ ചില ആൾക്കാരുണ്ട്, മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന് കൊടുത്ത കരാറ് പൂർത്തീകരിച്ചവർ, ഒരു വഞ്ചനയും കാണിക്കാതെ ഒരു ചതിയും കാണിക്കാതെ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് പൂർത്തീകരിച്ച ചില മുഅ്മിനീങ്ങൾ അള്ളാഹിന്റെ അടിമകളുടെ കൂട്ടത്തിലുണ്ട്. ആയത്തോടി മുസ്അബിന്റെ അടുക്കലുണ്ട്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്തു. കഫൻ ചെയ്യാൻ തുണിയില്ല, ഒറ്റ കഷ്ണ തുണിയാണുള്ളത്. ആലോചിച്ചൊക്കെ നമ്മളെ നാട്ടിൽ എപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ മയ്യത്ത് പൊതിയാൻ തുണിയില്ലാത്ത അവസ്ഥ, കഫൻ ചെയ്യാൻ തുണിയില്ലാത്ത അവസ്ഥ. അദ്ദേഹത്തിന്റെ കാല് ഭാഗം മറിച്ച തല പുറത്താവും, തല മറിച്ച കാല് പുറത്ത്, അത്രയും ചെറിയ അതായത് ശരീരം മുഴുവൻ മറക്കാൻ കഴിയാത്തൊരു തുണി. പക്ഷെ മക്കയിൽ ജീവിച്ചത് എല്ലാവിധ സുഖ സൗകര്യത്തിലും ജീവിച്ച സഹാബിയാണ്. അള്ളാന്റെ ദീനുമായിട്ട് എല്ലാം ഒഴിവാക്കിയത്. അവസാനം തലഭാഗം തുണി വെച്ച് മറക്കുകയും കാൽ ഭാഗം പുല്ല് വെച്ച് മറക്കുകയും ചെയ്തു. അവരടക്കി. ഉഹദിൽ 3 സഹാബാക്കളാണ്, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ഹംസ, അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ. ഈ 3 സഹാബാക്കളുടെയും ഖബർ പ്രത്യേകം ഒരു നടുഭാഗത്താണ്. ഉഹദിന്റെ രണാങ്കണത്തിന്റെ നടുഭാഗത്താണ് ഈ 3 സഹാബാക്കളുടെയും ഖബർ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു, നല്ല ഭക്ഷണം. റമദാന്റെ കാലത്ത് ഇസ്ലാം ഫുതൂഹാത്തുകളായിരുന്നു, വിജയിക്കുന്ന കാലഘട്ടമായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാം എത്തി, എല്ലാവിധ സുഖ സൗകര്യങ്ങളും മുസ്ലിമുകൾക്ക് കിട്ടിയ കാലഘട്ടം. നല്ല ഭക്ഷണം കൊണ്ടുവന്നു. അത് കഴിക്കാനിരിക്കുമ്പോൾ ഉമർ കരഞ്ഞു. സഹാബാക്കൾ എന്തിനാണ് കരയുന്നത്? നമ്മുടെ കൂട്ടത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ നമ്മുടെ കൂടെ പണിയെടുത്ത ആൾക്കാരാണ് ദീനു വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം അതിലേ പോയി. ഒരു സുഖവും ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തുടക്കകാലത്തിൽ അദ്ദേഹം പോയി, ആ പ്രയാസത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ എല്ലാ പ്രതിഫലവും നാളെ ആഖിറത്തിൽ കിട്ടും. നമ്മൾ അന്ന് കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടിന്റെ പ്രതിഫലം അള്ളാഹു ഇപ്പം തന്നെ നമുക്ക് നൽകുകയാണോ എന്ന് ഞാൻ പേടിക്കുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആദ്യകാലത്തിൽ തന്നെ വഫാത്തായ സഹാബിയാണ്. പ്രിയപ്പെട്ടവർ, പറഞ്ഞു വന്നത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക, അത് നാളെ ആഖിറത്തിൽ ബാക്കിയാവും. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ എന്തിനാണ് നാം ചെലവഴിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ദുനിയാവിന് വേണ്ടിയിട്ട്, ദുനിയാവ് ഉണ്ടാക്കാൻ. ഒരല്പസമയം അള്ളാഹിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ പണിയെടുത്തതുപോലെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് സഹാബാക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തതിന്റെ പേരിലാണ്. അവർ പോയ സ്വർഗത്തിലേക്ക് അത് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പണിയില്ല, ആഗ്രഹങ്ങൾ മാത്രമാണ്. ഈ പണിയെടുത്ത സഹാബാക്കൾ ഇത്രയും ത്യാഗം സഹിച്ചാണ് അവർ സ്വർഗത്തിലെത്തിയത്. ആ സ്വർഗം കൊതിച്ചിരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ അർത്ഥമില്ലാണ്ട് ഇങ്ങനെ ദുനിയാവിനോട് ജീവിച്ചാൽ അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രമായി ബാക്കിയാവും. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുക അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തുടക്കകാലത്ത് അടിമകളായിരുന്നു, അടിമ കുടുംബമായിരുന്നു. ചോദിക്കാൻ പറയാൻ ആരുമില്ല, ആരും കൂടെ സഹകരിക്കാനില്ല, സംരക്ഷിക്കാൻ ആളില്ല. അടിമകളായിരുന്നു ഖുറൈശികളുടെ. ഉമ്മയും ഉപ്പയും മകൻ എല്ലാവരും അടിമകളാണ്. ആ രീതിയിൽ പീഡിപ്പിച്ചു. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നു. നിൽതു മിൻക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ താങ്കളെ ചീത്ത വിളിച്ചു. എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു അവരുടെ ഉപദ്രവം. ആ പ്രയാസം താങ്ങാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ, ഒരു തെല്ലാശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് മുമ്പിൽ താങ്കളെ ചീത്ത വിളിച്ചു. അവരുടെ ബിംബങ്ങൾ ആലിഹത്തേടെ നല്ലത് പറയുകയും താങ്കളെ ചീത്ത വിളിക്കുകയും ചെയ്തു.
സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദു ഖൽബക, എന്നെ ചീത്ത വിളിക്കുന്ന സമയം നിന്റെ മനസ്സെങ്ങനെയായിരുന്നു? പ്രവാചകൻ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ നാവ് കൊണ്ട് മാത്രമാണ് താങ്കളെ ചീത്ത വിളിച്ചത്. അപ്പോഴേക്കും ആയത്തിറങ്ങി, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. അല്ലാഹു മാപ്പാക്കി കൊടുത്തു. ആ പ്രയാസം താങ്ങാൻ കഴിയാതെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞത് നിർബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അങ്ങനെയുള്ളവർക്ക് അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്ന ആയത്തിറങ്ങിയ സഹാബിയുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ശരീരം മുഴുവൻ ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ട ഒരാളെ നിങ്ങൾ കാണണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മാർ ബിൻ യാസിറിനെ നോക്കിയാൽ മതി. അത്രയും ഈമാനുള്ള സഹാബിയാണ്. പ്രിയപ്പെട്ടവർ, അവരൊക്കെ ചെറിയ ചെറിയ പ്രായക്കാരായിരുന്നു, വയസ്സായ ആൾക്കാരില്ല, ചെറുപ്പക്കാരായിരുന്നു സഹാബാക്കൾ. അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുത്തു. ദുനിയാവ് ലെവലേശം പോലും ആഗ്രഹിച്ചില്ല, ദുനിയാവിന് വേണ്ടി അവർ പണിയെടുത്തിട്ടുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തും. എന്നാൽ ആഖിറത്തിൽ ഇത് ബാക്കിയാണ്. അള്ളാഹു ഇന്ന് ആരോഗ്യം നൽകിയിട്ടുണ്ട്. ആ ആരോഗ്യം ഇബാദത്തിലായി കഴിച്ചു കൂട്ടുക, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക. അള്ളാഹിന്റെ വലിയ തൗഫീഖാണ്. ഈ ഒരു സമയത്ത് അള്ളാഹു നമ്മളെ ഈ സദസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ തൗഫീഖാണ്. എത്രയോ ആൾക്കാരുണ്ട് കറങ്ങി ചെത്തി നടക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു രാത്രി പോലും റോട്ടിൽ തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് അള്ളാഹു നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഖൈർ അള്ളാഹു നമ്മളിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മുന്നോട്ട് കൊണ്ടുപോകാം, അതിൽ പിടിച്ച് മുന്നോട്ട് പോവുക, തെറ്റിപ്പോകാതെ, പഴച്ചു പോകാതെ, വഴികേടിലാകാതെ അള്ളാഹു ആ കണ്ട ഖൈർ നിലനിർത്തി പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹിന്റെ ദീനിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ, ദീനിന്റെ ആൾക്കാരായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.